പൊതുവായി വിനതീരവേ നമ ഉത്തമാനേ സൂര്യായ നമ സൂര്യായ നമ സൂര്യായ നമ ധ്യാനിക്കാൻ കാരണമെന്നാരാമ ഓഹോ പ്രത്യേകം രാവണനെ നിഗ്രഹത്തെ ചെയ്യുമ്പടി മാർഗം കാണി. ഞങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. മീശമാധവൻ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും അല്ലേ? കരിമിഴിക്കുരുവെ കണ്ടില്ല എന്നുള്ള പാട്ടില് അത് ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. അതേപോലെ അന്തിപ്പൊൻവട്ടം, മാമാങ്കം, മായോൺ, ദശാവതാരം, അതേപോലെ നമ്മുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ലോഗോ തന്നെ നമ്മുടെ തോൽപ്പാവക്കൂത്തുനിന്നാണ് വന്നത്. ഇങ്ങനെ ഒരു അവസരം തന്ന ഉണ്ണിത്തൻ സാറോടും അതേപോലെ ക്ഷേത്ര ഭാരവാഹികളോടും നന്ദി, നമസ്കാരം. തോലുകൊണ്ട് നിർമ്മിച്ച പാവകളാണ് ഹനുമാൻ, കൊടക്കാരൻ, രാക്ഷസ്ത്രീ, ബാലി, ലക്ഷ്മണന്റെ നൃത്തപാവ. ഈ തോല് കൊണ്ടുണ്ടാക്കിയ പാവകൾ ഉപയോഗിച്ച് രാമായണം കഥയുടെ ചെറിയ ഭാഗമാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. ഇത് 21 ദിവസമായി രാത്രി കാലങ്ങളിൽ 10 മണി മുതൽ രാവിലെ 5 മണി വരെ കൂത്തുമാടങ്ങളിൽ സ്ഥിരമായി ഉത്സവത്തിന് മുന്നോടിയായി ഭദ്രകാളിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്. ഇവിടെ കളഭത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനൊരു തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ വേദി തന്നതിൽ വളരെയധികം സന്തോഷം. തോറും വെയിലിലൈ നാടിയിളത്ത് അഞ്ജനം പോൽ തിരുമേനി അഴകനെ അഭിഷേകമാടുവായേ. ശ്രീരാമൻ അയോധ്യ രാജ്യത്തിൽ 1-ാം രാജാവായിരിക്കെ. രാമസ്വാമി അയോധ്യ രാജ്യത്തിൽ 1-ാം രാജാവായിരിക്കെ. സീത വട്ടമഹിഷിയായിരിക്കെ. ഭരതൻ ഇളയ രാജാവായിരിക്കെ. ലക്ഷ്മണൻ 3-ാം രാജാവായിരിക്കെ. ശത്രുഘ്നൻ 4-ാം രാജാവായിരിക്കെ. മാതാക്കളെല്ലാം പട്ടമഹിഷിമാരായിരിക്കെ. இந்த ராஜம் அயோத்தியா ராஜம் போல இருக்கு. ராஜம் அயோத்தியா ராஜம் போல இருக்கு. ராஜம் அயோத்தியா ராஜம் போல இருக்கு. ഹരായ് ഗുരുവേ ക്രിയാനന്തരം ഉമക്ക് ദക്ഷിണ അന്തുകൊണ്ടേ ഗുരുവേ. ராமா ராகவா உன்னிடத்திலே இருந்து தட்சிணை வாங்கிறதுக்கு எனக்கு அதிகாரம் இல்லை என்று வந்தாலும் ക്ഷത്രിയ ഗോത്രത്തൊക്കെ ഞാൻ ഗുരുവാக இருந்து போனபடியினாலே நீ தரக்கூர்ண தட்சிணையே சந்தோஷபுரசரம் வாங்கி உன்னை അനുഗ്രഹത്തെ ചെയ്തു കൊള്ളുகிறேன் രാഘവാ. സുമന്ത്ര മന്ത്രി മംഗല്യസകളെ വരവഴത്ത് നല്ല മംഗളനാട്യം പാടിക്കൊള്ളുവായി. அப்படியாகட்டும் മംഗല സ്ത്രീകള് മംഗളം പാടിക്കൊള്ളുമ്പോൾ പാടി ഭഗവാനൊക്കം ജയമംഗളം അച്യുതാനന്ദരുവനക്ക് ശുഭമംഗളം. ജ്യോതി മഹേശനൊക്കം സൂര്യപ്രകാശനൊക്കം. ജ്യോതി മഹേശനൊക്കം സൂര്യപ്രകാശനൊക്കം. നീതി ഉല്ലാസനൊക്കം നിർഗുണോല്ലാസനൊക്കം. ഭഗവാനൊക്കം ജയമംഗളം അച്യുതാനന്ദരുവനക്ക് ശുഭമംഗളം. ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. നല്ല ദിവ്യമുള്ള ചന്ദ്രനക്ക് ശുഭമംഗളം. നാടിയവകളോടും ജ്ഞാനമും പുകഴമുണ്ടായും വീടുയർ വഴിയതാകും വേരിയൻ കമലെ നോക്കായി നേടിയോരക്കസേനയെ നേർവട്ടഴിയവാകെ ചൂടിയ ശ്രീരാമൻ തോൾവലി കൂടുമൊക്കെ. അരിവരയെ എടുത്ത മലൈ കാത്തവനെ നമോ നമ. അഞ്ചിലങ്ങേ ചിറമേട്ട് അച്യുതനെ നമോ നമ. തിരുവടിയുലകേഴം അളന്തവനെ നമോ നമ. ഹരിരാമ രഘുരാമ കമലകണ്ണ നമോ നമോ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ.
രാവണ നിഗ്രഹത്തൊക്കെ മാർഗം ഉപദേശിക്ക വേണമേ സൂര്യദേവരി. ராவணனுடைய வாமபாகத்தில் அமிர்த கலசம் இருக்கிறதுண்டாம். அந்த அமிர்த கலசத்தை வேதிக்குமாயிருந்த ராவண சம்ஹாரத்துக்கு மார்க்கம் கிடைக்கும் கேட்டியோ ராமா. விரோதமில்லைய தேவர்காரம் செய்து கொள்கிறேன், நான் அந்தர்தானம் செய்து கொள்கிறேன். ராவணா, உம்முடைய வாமபாகத்தில் உண்டான அமிர்த கலசத்தை வேதிச்சோடா சபை. போனா போகட்டும் ராவணா, இனியாவென்றா இதோ உம்முடைய சிவசோழையாரத்தது ஏகதேவனாகிரம் உனக்கு ஞானம் வரத்தக்கதாக ஞான கணை தொடுத்தோடேன். ஸ்ரீராம ராம 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 ஸ்ரீமன்னாராயண பரபிரம்மஸ்வரூபா அகிலாண்ட கோடி பிரம்மாண்ட நாயக அச்சுதானந்த கோவிந்த விசேஷநாமத்ரேதரா സ്വാമി രാമചന്ദ്ര പ്രഭോ ദേവരീരഞ്ജകാലത്ത് അടിയേനൊക്കെ ജ്ഞാനത്തെ തരക്കൂർന്നു ഒരുവരാകിലും ദേവരീ ഈ ജീവിതകാലത്തിൽ പല കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ വന്നാലും അതെല്ലാം പുറത്ത് അടിയേനൊക്കെ പ്രത്യേകമാകെ കൊണ്ട് വരത്തെ തര വേണം രാമചന്ദ്ര. ഏത് വരം വിടുവാനാലും കേട്ടുകൊള്ളുവായി രാവണ. പൂർവകാലം വൈകുണ്ഠത്തിലെ വെച്ച് സർവേശ്വരനായിരിക്കുന്ന നിന്തിരുപടിയാണ് വരേണ്ടത്. 3 ജന്മം நீங்கள் ശത്രുവാக കൊണ്ടുവന്ന് ഉങ്ങളെ നിഗ്രഹത്തെ ചെയ്ത് ദാസാനം തരികേൻ എന്ന് ചൊന്നവരല്ലയോ? അതേ അനുസരിച്ച് ഞങ്ങളോ കണ്ട ഹിരണ്യൻ ഹിരണ്യാട്ടൻ എന്റെ ജന്മമെടുത്ത പോലെ ദേവരിൽ ശത്രുവാக வந்து എങ്ങളെ അനുഗ്രഹിച്ചവരാകലും இப்போது ராவண கும்பகர்ணன்மாராக கொண்ட ஜன்மம் எடுத்து வந்த போதும் தேவரில் சத்ருவாக வந்து நிகிரகிக்கிறவராகலும் இன்னும் காலதாமசம் என திருவடி எங்களுக்கு ஜென்மத்தை தர வேணும். அனந்தரம் சத்ருவாக வந்து எங்களை நிகிரகத்தை செய்து தாஸ்தானத்தை தர வேணும். ഇത് മാത്രമല്ലേ പ്രത്യേകം ഈ 5 കാലത്തിലോ വെന്നാൽ സർവേശ്വരനായി സച്ചിദാനന്ദ സ്വരൂപരായി ദിവ്യമംഗളമഗ്ര സ്വരൂപിയായിരുക്കാനുണ്ട്. ഉമ്മളുടെ യഥാർത്ഥ ദിവ്യ സ്വരൂപത്തെ പാർക്ക വേണമെന്റെ അടിയേനൊക്കെ അതിയാന മോഹം തോന്നി വരികരുത്. ആകയാലേ നെഞ്ചിരുപിടിയാന വരോവെന്റെ ഉമ്മുடைய യഥാർത്ഥ രൂപത്തെ കാണിച്ച് അടിയേനെ നിഗ്രഹത്തെ ചെയ്യ വേണമേ രാമചന്ദ്ര. രാവണ, ഉമ്മുடைய അഭിഷ്ടം പോൽ നനവരത്തെ തന്നുകൊണ്ടേ പുറക്കണ്ണാനതെ അടച്ച അകക്കണ്ണിനാലേ ദിവ്യമംഗള സ്വരൂപത്തെ കണ്ടുകൊള്ളുവായി രാവണ. ശ്രീരാമ രാമ 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 രാമായി പാർത്തേൻ പാർത്തേൻ പാർത്തേൻ. സർവേശ്വരനായിരിക്കുന്ന സ്വാമിയാനവരുടെ വൈഷ്ണവ രൂപമല്ലവ കണ്ടുവരികരുത്. കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം. ശ്രീരാമ രാമ 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 കാണത്തക്കതാക്കുന്ന രാവണ മതം ചെയ്യുകരേ. രാമ രാമ കാണത്തക്കതാക രാവണ മതം ചെയ്യുകരേ. രാമ രാമ രാമാനിൻ പേർ കനവിലും രാമാനിൻ പേർ സിനത്തിലും രാമാനിൻ പേർ വിനകരി രാമായന്റെ മനത്തുളை വിടനാടി വൽവിനെ വാറപോത് മനത്തുളായി രാമാനിൻ പേരുണ്ടാകും ഞാൻ കൂറുവോർക്കേ. തോൽപ്പാവക്കൂത്ത് കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കലയായിരുന്നു തോൽപ്പാവക്കൂത്ത്. പാവക്കൂത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള കൂത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ പാവക്കൂത്ത് നടത്തിയ കലാകാരന്മാരും അവരുടെ അണിയറ പ്രവർത്തനങ്ങളുമാണ്. ധാരാളം പാവകൾ, അതായത് ദൈവങ്ങളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം തരത്തിലുള്ള പാവകൾ ചരടിൽ നിന്ന് കോർത്ത് വിരലുകളിലെ വേഗതയും വാക്കുകളിലെ മൊഴിയും കൊണ്ട് അതിമനോഹരമായ കഥകളാക്കി ഇതിഹാസങ്ങളാക്കി നമ്മുടെ മുന്നിലേക്ക് അവർ തരുകയാണ്. അത്യന്തം സുന്ദരമാണ് ഈ കാഴ്ചകൾ കാണാൻ. ഏറെ പരിതപത്തോട് പറയട്ടെ, ഈ കല ഇന്ന് അന്യം നിന്ന് പോവുകയാണ്. വടക്കൻ മലബാറിലെയും ചില ഭാഗങ്ങളിലെയും ചില മനുഷ്യർ മാത്രം ഇത് ഒരു വ്രതം പോലെ നോറ്റ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു.
അതിന് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ക്ഷേത്രകലകളും ഇതിഹാസങ്ങളും രാമായണവും മഹാഭാരതവും എല്ലാം തന്നെ നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. നന്ദി, നമസ്കാരം. കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം. അച്ഛനാണ് എം ലക്ഷ്മണ പുലവർ. കേരള സ്റ്റേറ്റ് ഫോക്ലോർ അക്കാദമി അവാർഡും മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ സീനിയർ ഫെലോഷിപ്പും കേരള സർക്കാരിൻ്റെ വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ച കലാകാരനാണ്. ഞങ്ങളുടെ എല്ലാവരും ഗുരുവാണ്. ഞാൻ സജീഷ്. ഞാൻ തോൽപ്പാവക്കൂത്തിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. തോൽപ്പാവക്കൂത്ത് കൂടാതെ വിവിധതരം പാവകളുണ്ട്. കയ്യുറപ്പാവ, കോൽപ്പാവ, നൂൽപ്പാവ, റോബോട്ടിക് പപ്പറ്റ്സ്, അങ്ങനെ ഒരുപാട് തരം പാവകൾ റിസർച്ച് ചെയ്യുന്നു. കേരള സാംസ്കാരിക വകുപ്പിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പിലെ ശ്രീകൃഷ്ണപുരം അധ്യാപകനാണ്. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തോൽപ്പാവക്കൂത്ത് പഠിപ്പിക്കുന്നു. അക്ഷയ് ഞങ്ങളൊപ്പം തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ വരുന്ന കലാകാരനാണ്. രാമദാസ് ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലും അതേപോലെ തന്നെ പട്ടാമ്പി ക്ലസ്റ്ററിലും അധ്യാപകനാണ്. അതേപോലെ സജിത്ത് തോൽപ്പാവക്കൂത്ത് കലാകാരനാണ്. അഭിനന്ദ് ഞങ്ങളൊപ്പം തോൽപ്പാവക്കൂത്ത് കലാകാരൻ.